നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഒട്ടനവധി തൊഴിൽ രഹിതർ കേരള സംസ്ഥാനത്തുണ്ട്. പക്ഷേ തൊഴിലെടുക്കാൻ ആളെ കിട്ടാത്ത സംസ്ഥാനം കൂടിയാണ് കേരളം. കാർഷിക മേഖലയിലും നിർമ്മാണ മേഖലയിലുമെല്ലാം തൊഴിലാളികളെ കേരളത്തിൽ കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് അതിഥി തൊഴിലാളികളാണ് ഈ മേഖലയിലെല്ലാം കേരളത്തിൽ പണിയെടുക്കുന്നത്. അത് ഹൈവേ വികസനമായിക്കോട്ടെ, റോഡ് നിർമ്മാണമായിക്കോട്ടെ, വൻകിട കെട്ടിടങ്ങളുടെ നിർമ്മാണമായിക്കോട്ടെ, റെയിൽവേ നിർമ്മാണമായിക്കോട്ടെ, പാലങ്ങൾ നിർമ്മിക്കുന്നതായിക്കോട്ടെ, എന്തിനേറെ പറയുന്നു പൈനാപ്പിൾ കൃഷി വിളവെടുക്കുന്നതും നെല്ല് കൊയ്യുന്നതും വരെ ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. ഇവർ വലുതും ചെറുതുമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വേറെയുണ്ട്. എങ്കിൽ പോലും ഇവരെ കൊണ്ട് വലിയ പ്രയോജനങ്ങളാണുള്ളത്. കാരണം നമ്മുടെ നിർമ്മാണ മേഖലയും ഒരു പരിധിവരെ കാർഷിക മേഖലയിലുമെല്ലാം നടക്കുന്ന പ്രവർത്തനങ്ങൾ അത് മുടങ്ങാതെ നടന്നു പോകുന്നത് ഇവരൊക്കെ കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ കഴിഞ്ഞ ഏപ്രിൽ മാസം 23-ാം തീയതിയും 29-ാം തീയതിയുമാണ് ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലക്ഷക്കണക്കിന് ബംഗാളികൾ കേരളത്തിൽ നിന്നും ബംഗാളിലേക്ക് മടങ്ങി. വോട്ട് ചെയ്യാനാണ് ഇവർ മടങ്ങിപ്പോയത്. കാരണം ബംഗാളിൽ ശക്തമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മമതാ ബാനർജിയെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനായി BJP എല്ലാ ശ്രമവും നടത്തി. ആ ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ, അതിനെ പ്രതിരോധിക്കാൻ മമതയും പ്രചരണം നടത്തി. ഇങ്ങനെ അതിരൂക്ഷമായ പോരാട്ടമായിരുന്നു രണ്ട് പാർട്ടികൾ തമ്മിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ അവർക്കായി. അതുകൊണ്ട് തന്നെ വലിയ ഒരു പോളിംഗ് ശതമാനം ഉണ്ടാവുകയും ചെയ്തു. ഈ വലിയ പോളിംഗ് ശതമാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കേരളമടക്കമുള്ള അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുകയായിരുന്ന ബംഗാളികളെല്ലാം സംസ്ഥാനത്ത് മടങ്ങിയെത്തി എന്നുള്ളതാണ്. കാരണം സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടായാൽ ഇനി തങ്ങളുടെ നാട് വിട്ട് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം വരില്ല എന്നാരോ ബംഗാളികളെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാം കൂട്ടത്തോടെ ബംഗാളിലേക്ക് പോയി. അവർ വോട്ട് ചെയ്തു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. അവർ വിചാരിച്ചതുപോലെ തന്നെ അവിടെ ഭരണമാറ്റം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇവരാരും തന്നെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഇതുവരെയും തിരികെ വന്നിട്ടില്ല. ലക്ഷക്കണക്കിന് ബംഗാളികൾ ഇവിടെ നിന്നും വോട്ട് ചെയ്യാനായി സ്വന്തം നാട്ടിലേക്ക് പോയെങ്കിലും ഇതുവരെയും അതിൽ 80% പേരും തിരിച്ചു വന്നിട്ടില്ല. ഇത് കേരളത്തിലെ നിർമ്മാണ മേഖലയെയും കാർഷിക മേഖല അടക്കമുള്ള മറ്റു മേഖലകളുടെയും പ്രവർത്തനങ്ങളുടെ താളം തെറ്റിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നിലവിലുള്ള അതിഥി തൊഴിലാളികൾ വലിയതായി കൂലി കൂട്ടി ചോദിക്കുന്നു എന്നുള്ളതാണ്. മേസ്തിരിക്ക് 1500 രൂപയും സഹായിക്ക് 1200 രൂപയും വേണമെന്നാണ് ബംഗാളികൾ ഇപ്പോൾ കമ്പനികളോട് വിലപേശി ആവശ്യപ്പെടുന്നത്. ഇതിനു മുമ്പ് നാട്ടിലെ തൊഴിലാളികൾക്ക് കൊടുത്തിരുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ തുക കൊടുത്താൽ ബംഗാളികളെ പണിക്ക് കിട്ടുമായിരുന്നു. ഇന്നിപ്പോൾ ബംഗാളികൾ പണിക്ക് കിട്ടാനില്ല. ജോലിയും തൊഴിലവസരങ്ങളുമെല്ലാം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. കൺസ്ട്രക്ഷൻ മേഖല ആകെ പ്രതിസന്ധിയിലാണ്. കാർഷിക മേഖലയും പ്രതിസന്ധിയിലാണ്. ഹെക്ടർ കണക്കിന് ഭൂമിയിലാണ് പൈനാപ്പിളുകൾ വിളവെടുക്കാൻ പാകത്തിന് കിടക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ പൈനാപ്പിളുകൾ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നെൽകൃഷി വിളവെടുപ്പും ഇപ്പോൾ ബാക്കിയാകുന്നു. ഇതിനൊന്നും തൊഴിലാളികളെ കിട്ടാനില്ലാത്ത സാഹചര്യം സംസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെല്ലാം കൂലി വളരെ ക്രമാതീതമായി ഉയർന്നിരിക്കുന്നു. അത് സംസ്ഥാനത്ത് വിലക്കയറ്റത്തിലേക്ക് എത്തിക്കും എന്ന സൂചനയും ഈ പറയുന്ന കമ്പനികളും അതുപോലെ തന്നെ കരാർ കമ്പനികളും എല്ലാം നൽകിയിട്ടുണ്ട്. ബംഗാളികളെ ഉടൻ തന്നെ മടങ്ങിയെത്തിക്കാനും ചെന്നൈയിലും അതുപോലെ തന്നെ ബംഗളൂരുവിലുമൊക്കെ വന്നിറങ്ങുന്ന ബംഗാളികളെ റാഞ്ചിയെടുത്ത് ഇവിടേക്ക് കൊണ്ടുവരാനുമുള്ള സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. കാരണം എന്തു വില കൊടുത്തും ബംഗാളികളെ കേരളത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ കമ്പനികൾ വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് സുവേന്ദു അധികാരി സർക്കാർ അവിടെ നിന്നും അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്ന ബംഗ്ലാദേശികളെ കുടിയിറക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാനായി 20 ലക്ഷത്തോളം ബംഗ്ലാദേശികൾ കർണാടകയിൽ എത്തിയിട്ടുണ്ട് എന്ന സൂചന കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എങ്കിൽ കേരളത്തിലെ ഈ തൊഴിലവസരങ്ങൾ മുതലെടുക്കാനായി ഈ ബംഗ്ലാദേശികൾ കേരളത്തിലുമെത്തും. വ്യാജ ആധാർ കാർഡുകളും മറ്റു രേഖകളും ഉപയോഗിച്ച് അവർ ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്താൽ ഇവരെ കണ്ടെത്തുക വലിയ പ്രയാസമായിരിക്കും. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ ഭയപ്പാടുകളുടെ നാളുകളാണ്. ഇവിടെ കൂലി എടുക്കാൻ അല്ലെങ്കിൽ ഇവിടെ പണിയെടുക്കാൻ ആളുകളെ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു ഭാഗം.
മറുഭാഗത്ത് ചെന്നൈയിൽ നിന്നും അതുപോലെ തന്നെ ബംഗളൂരുവിൽ നിന്നും ഒക്കെ ബംഗാളികളെ എത്തിച്ചാൽ അവർ യഥാർത്ഥത്തിൽ ബംഗാളികൾ തന്നെയാണോ അതോ ബംഗ്ലാദേശികൾ ആയിരിക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പും ഇപ്പോൾ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ നിർമ്മാണ മേഖലയും കാർഷിക മേഖല അടക്കമുള്ള മറ്റു മേഖലകളും വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാരിൻ്റെ ഇടപെടൽ വേണമെന്നാണ് ഈ പറയുന്ന കമ്പനികളും മേഖലയിലെ പ്രധാനപ്പെട്ട ആളുകളും ആവശ്യപ്പെടുന്നത്.